കൊച്ചിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടിക്കലാശം? തീർച്ചയായും വലിയ ആവേശത്തിലാണ് മുന്നണികളൊക്കെ തന്നെ കൊട്ടിക്കലാശ അവസാനവട്ട പ്രചാരണം പൂർത്തിയാക്കിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പരസ്യ പ്രചാരണത്തിൻ്റെ ദിനങ്ങളായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശം, ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. നാളെ ഇനി നിശബ്ദ പ്രചാരണമാണ്. അതിനു മുമ്പ് അവസാനവട്ടം തങ്ങളുടെ ശക്തി തെളിയിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു എത്രത്തോളം ആവേശത്തിലാണ് തങ്ങളെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു അവസരമാണ് മുന്നണികൾക്കൊക്കെ ലഭിച്ചത്. വളരെ പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ ഉള്ളത്. നമ്മൾ ഈ സ്ഥാനാർത്ഥികളോട് അല്ലെങ്കിൽ നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നേതാക്കന്മാരും ഒക്കെ ഉള്ളത്. ഇത്തവണ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറേ തവണകളായി കോൺഗ്രസിനെ ചതിച്ചിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ വിഷമം ഉണ്ടായിക്കൊണ്ടിരുന്നത് വിമതശല്യമായിരുന്നു. പക്ഷേ ഇത്തവണ വിമതശല്യം തീരെ കുറയ്ക്കരുത്. കൊച്ചി കോർപ്പറേഷനിലാണെങ്കിലും എറണാകുളം ജില്ലാ പഞ്ചായത്തിലാണുമൊക്കെ ഈ വിമതശല്യം കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. LDF എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കോർപ്പറേഷൻ ഭരണം നിലനിർത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്തവണ വിമതർ ഏറ്റവും അധികം ചതിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും അധികം പണി കൊടുത്തത് BJPക്കായിരുന്നു. BJPയുടെ പല മുതിർന്ന നേതാക്കളും, വർഷങ്ങളായിട്ടുള്ള കൗൺസിലർമാരടക്കം പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടുപോയി സ്വതന്ത്രരായി മത്സരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ മത്സരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഉണ്ടായിരുന്ന വിമതശല്യം കോൺഗ്രസിനെ ഇത്തവണ വലിയ തോതിൽ വേട്ടയാടാതിരിക്കുമ്പോൾ അത് BJPക്ക് വലിയ പ്രശ്നമായി തീരുന്നു. ഒപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം, കൊച്ചി കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരം ഇത്തവണ വലിയ തോതിൽ ആഞ്ഞടിക്കുമെന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്. അതേസമയം ഈ കഴിഞ്ഞ 5 വർഷം തങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പദ്ധതികളൊക്കെ തന്നെ ഭരണം നിലനിർത്താൻ സഹായിക്കുമെന്ന് LDFും പറയുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താമെന്ന് BJP കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് 5 സീറ്റിനായിരുന്നു കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരണം പോയത്. LDFിന് 9 സീറ്റിനാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം പോയത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും ഉള്ളത്. ഒപ്പം തന്നെ NDAയും വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് BJPക്ക് കഴിഞ്ഞ വർഷം വോട്ട് ശതമാനത്തിൽ വലിയ വർധന വന്നു, കഴിഞ്ഞ തവണ വലിയ വർധന വന്നിരുന്നു. അപ്പോൾ ഇത്തവണ കൂടുതൽ മികച്ച സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിലെ തെക്കുള്ള 7 ജില്ലകളിൽ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും.